കേരളത്തിലെ ചാവടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട CPIM പ്രവർത്തകൻ ഇന്ന് പുള്ളിക്കാരനുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സഖാവ്, എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഈ ഇലക്ഷനിൽ ഇത്രയ്ക്ക് തോൽവി അനുഭവപ്പെട്ടത്? നേതാക്കന്മാർക്ക് ഭരണവിരുദ്ധകാരുണ്ട്, പിണറായി കാരണമാണ് മെയിനായിട്ട് തോറ്റിരിക്കുന്നത്. അതായത് ഇനി ഭാവിയിൽ ഇനി കേരളത്തിൽ ഭരണം ഈ പാർട്ടിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റും, പക്ഷേ ഇങ്ങനെ എടുത്ത് കളി കളയണം. നല്ല യുവത്വത്തിന് വേണ്ടി കൊണ്ടുവരണം. യുവത്വത്തിൽ ഇപ്പൊ നിലവിലുള്ള നേതൃത്വത്തിൽ ആദ്യം കളയേണ്ടടുത്തുണ്ട്. നേതൃനിരയിലുള്ള മണ്ടനെടുത്ത് കളഞ്ഞിട്ട് സ്വരാജ് അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാരെ കൊണ്ടുവരണം. സ്വരാജ് എന്താണ് സ്വരാജ് കേരളത്തിന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? വേറെ ആദ്യത്തെ ചോദ്യം വരുന്നേ. പിന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റണം, MP ഗോവിന്ദനെ. ആരാകണം? എന്നെ അയക്കും, അല്ലെ ജോയി ആക്കും. ജോയി വർക്കല മണ്ഡലത്തിന് വേണ്ടി എന്താണ് ഇത്? ജോയി വർക്കല മണ്ഡലത്തിൽ നിറയെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 കാര്യങ്ങൾ പറയാം. 5 കാര്യങ്ങൾ. 2 കാര്യങ്ങൾ ഞാൻ പറയാം. 5 കാര്യങ്ങൾ ഇല്ല, 5 10 വർഷം പഠിച്ചതാണ്. 2 കാര്യങ്ങൾ 10 വർഷം പഠിച്ചതാണ്. 5 കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള കാരണം കൊണ്ടൊന്നായിരിക്കും, വിസിബിൾ അല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യം അടുത്ത ചോദ്യം. 5 കാര്യങ്ങൾ പറയാം. അടുത്ത ചോദ്യം പറയാം. 5 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഒന്നും കാണത്തില്ല. ഒന്നും കാണത്തില്ല. വിസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. അതായത് പുള്ളി രഹസ്യമായിട്ട് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാഹാർ ചെയ്തിട്ടുള്ള കാണുന്നു. ബാക്കി എടുത്തോളാം. പിന്നെ ഇപ്പം ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ധാർഷ്ട്യം, പിണറായിയുടെ ധാർഷ്ട്യം. ഈ മോഷണം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചത് സത്യമാണോ? സത്യം തന്നെ. മോടിച്ചിട്ടുണ്ട്. അയ്യപ്പനെ ആടപടല മോടിച്ചത്. എല്ലാം മോചിച്ചത് നമ്മൾ. നിങ്ങളെന്താണ് പള്ളിയിൽ നിന്ന് മോടിക്കാത്? പള്ളിയിൽ നിന്ന് മോടിക്കുന്നത് ന്യൂനപക്ഷമായിട്ട് മോടിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷത്തിന് മുമ്പ് നിങ്ങൾ മുട്ടുകൊടുക്കും. എന്തുവേണം ചെയ്യും. പിന്നെ അതേതൊക്കെ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ മോട്ടിക്കത്തില്ല. അത് ന്യൂനപക്ഷമല്ലേ? കുരിശ് കണ്ട ഭയമുണ്ടോ? പണ്ട് മൂന്നാറിലെ VS അച്യുതാനന്ദ കുരിശ് കണ്ട് എത്ര നമ്മൾ മോടിച്ചിട്ടില്ല. അപ്പൊ കുരിശ് കണ്ട ഭയമുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. അപ്പൊ ഹിന്ദു സഖാക്കൾ അമ്പലത്തിൽ പോകണം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എതിർക്കും. മുസ്ലിം സഖാക്കൾ പോകണം നമ്മൾ എതിർക്കൂല. അവർക്ക് അച്ഛന് പോകാനുള്ള സഹായം ചെയ്തു. ശബരിമലയിൽ പോകുന്നവരുടെ പൈസ ബസ് ചാർജ് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഒരു ഹിന്ദു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒരു മൈരും പ്രതീക്ഷിക്കേണ്ടത് നീ എല്ലാം മണ്ടന്മാരാണ്. അപ്പം വർക്കല ഈ ജോയി സ്ഥാപിച്ച ഹൈമാസിനായിട്ട് ബസ് സ്റ്റോപ്പ് പോലുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. പിന്നെ എല്ലാം നമ്മൾ പൊളിക്കും, മടക്കും. നിനക്ക് നിന്റെ ഒരു മാങ്ങ തരത്തുമില്ല. പക്ഷെ തക്കം കിട്ടി ഞങ്ങൾ മോട്ടിക്കുകയും ചെയ്യും. എതിരഭിപ്രായം പറയുന്നവരെ വെട്ടും. വെട്ടാൻ ധരിക്കുന്ന യുവമാരൊക്കെ മുമ്പ് നിന്ന് പറയൂ. മാണ്ട കാണ്ടികള് മതി. ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്നത്തെ പ്രക്ഷേപണം അവസാനിച്ചു.